വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലാസ്റ്റ് ഡേ ഓഫ് റമദാനാണ്. അപ്പോൾ ലാസ്റ്റ് ഡേ പ്രിപ്പറേഷൻസ് കാര്യങ്ങൾ ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ. അപ്പം ഫസ്റ്റ് നമ്മൾ ഇവിടെ അതിനെ ഒന്ന് ഡോക്ടറെ കാണിക്കാൻ പോകുന്നുണ്ട്. കാരണം ആൾക്ക് ചെറുതായിട്ടൊരു കോൾഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൾ ആക്റ്റീവാണ്, ബട്ട് സ്റ്റിൽ നമ്മൾ വിചാരിച്ചു കാണിക്കാന്ന്. പിന്നെ പല്ല് വരുന്നതിൻ്റെ ഒരു സിംറ്റം ആണെന്ന് പറയുന്നുണ്ട് അല്ലേ? അയ്യോ ഓക്കെ. അപ്പോൾ ആൾക്ക് പല്ല് വരുന്നതിൻ്റെ ഒരു സിംറ്റം ആണെന്ന് 2-3 ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറിയ പനിയും അതുപോലെ തന്നെ ലൂസ് മോഷനൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു 2 സിംറ്റം ഇവർക്ക് ഉണ്ട്. എന്നാലും നമ്മൾ വിചാരിച്ചൊന്ന് ജസ്റ്റ് കാണിക്കാന്ന്. അവിടെ ജനിച്ച സമയത്ത് നമ്മൾ കാണിച്ചുകൊണ്ടിരുന്നത് പ്രശാന്ത് ഡോക്ടറായിരുന്നു കിംസിലെ. അപ്പം കിംസിലല്ല ഇപ്പോൾ നമ്മൾ പോകുന്നത്, ധനലക്ഷ്മിയിലാണ്. കാരണം സെയിം ഡോക്ടറാണ്, പ്രശാന്ത് ഡോക്ടർ തന്നെയാണ്. പക്ഷേ കിംസിൽ ഡോക്ടർ മോർണിംഗ് 7 o'clock അവൈലബിൾ. ഇപ്പം ഉച്ചക്ക് 2 o'clock വരെ പ്രശാന്ത് ഡോക്ടർ ധനലക്ഷ്മിയിൽ അവൈലബിൾ. അപ്പം നമ്മൾ വിചാരിച്ചു ധനലക്ഷ്മിയിൽ കാണിക്കാന്ന്. കാരണം ധനലക്ഷ്മിയിൽ ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ NICയിൽ ഇവിടെ ഇതുണ്ടായിട്ടുണ്ടായിരുന്നതല്ലേ? അപ്പം നമ്മളിപ്പം ധനലക്ഷ്മിയിലോട്ടേക്കാണ് പോകുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് ആൾക്ക് മുടി മുറിക്കണം. കാരണം വിയർപ്പ് നല്ലോണം ഉണ്ട്. അപ്പം മുടി ഇവിടെയൊക്കെ കുത്തുന്നത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലേ. അപ്പം നമ്മൾ വിചാരിച്ചു ഇതല്ലേ, ഞാൻ വിചാരിച്ചു മുടിയൊക്കെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കാന്ന്. ആളെ ഫസ്റ്റ് പെരുന്നാളാണ് ഇൻഷാല്ലാ. അതിന് അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനോട് ഫസ്റ്റ് ഹെയർ കട്ട് വ്ളോഗ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് തന്നെയാണ് ഇന്നും മുടി മുറിക്കാന്ന് വിചാരിക്കുന്നത്. അപ്പം ആദ്യം ഡോക്ടറെ കാണിച്ചിട്ട് നമ്മൾ മുടി മുറിക്കാൻ പോകും അല്ലേ? ഓക്കെ. അപ്പം നമുക്ക് ഡോക്ടറെ കാണിച്ചിട്ട് വരാം. അവിടുന്ന് വീഡിയോ എടുക്കൊന്നും അറിയില്ല. അവിടുന്ന് വീഡിയോ എടുക്കാനൊന്നുമില്ല. അപ്പൊ നമുക്ക് മുടി മുറിക്കുന്ന ആ ടൈമും എല്ലാം കാണാം. പിന്നെ നഖം നല്ലോണം വളർന്നിട്ടുണ്ട്. ബട്ട് അവിടെ മുറിക്കാനൊന്നും വിടുന്നില്ല. ഭയങ്കര കുത്തുക്കാണ്. അവർക്ക് നെയിൽ കട്ടർ കാണുമ്പോൾ തന്നെ കരച്ചിലാണ്. അപ്പം അറിയില്ല, അവിടുന്ന് നെയിൽ കട്ട് ചെയ്ത് കൊടുക്കുമെന്ന് അറിയില്ല. നമുക്ക് അതിന് കൊടുക്കും. മൂക്കൊലിപ്പുണ്ട് ചെറുതായിട്ട്. അപ്പം ഇതൊക്കെ ആ ഒരു സിംറ്റമാണ് പറയുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ വിചാരിച്ചു ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഒരു സമാധാനമാണല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ പോകുന്നതാണ്. അയ്യോ ചൂടിന്റെ ചൂടിന്റെ കാര്യം പറയുകയാണെങ്കിൽ പുറത്തിറങ്ങിയ എനിക്ക് തലകറക്കാണ്. പിന്നെ നമ്മൾ വണ്ടിയിൽ AC ഇട്ടാൽ തന്നെ ആ ചൂട് നമുക്ക് എന്തായാലും അറിയുന്നുണ്ട്. കാരണം എത്ര ഡിഗ്രിയാ? 38 ഇത്ര ഒന്നാലുണ്ട് കണ്ണൂര്. ഭയങ്കര ചൂടാണ്. പുറത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ നല്ല തലവേദന വരാറുണ്ട്. എനിക്ക് ഇന്നലെ ക്ലാസ്സിനൊക്കെ പോയി വന്നിട്ട് ഫുൾ സൈഡായി. ഇത്രക്കും ചൂടാണ്. പിന്നെ വിഷു ഈദൊക്കെ ആയതുകൊണ്ട് നല്ല ആൾക്കാരും ഉണ്ട് റോഡിൽ. കാരണം ഡ്രസ്സ് എടുക്കാനും എല്ലാം ആയിട്ട് നല്ല ബ്ലോക്കും ഉണ്ട്. അപ്പോൾ ആ ബ്ലോക്കിലും കൂടി ഇരിക്കുമ്പോഴത്തേക്കും ഫുൾ ടയേർഡായി പോകുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. എവിടെ പോയിട്ട് വരണ്ടേ? അപ്പം നമുക്ക് എൽക്കമെത്തിയ കാണാം. ഓക്കെ.
ഗൈസ് അങ്ങനെ നമ്മൾ ഡോക്ടർക്ക് കാണിച്ചിട്ടോ, പെട്ടെന്ന് കഴിഞ്ഞു. കാരണം നമ്മൾ കറക്റ്റ് ടൈമാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. 12:30 നമ്മളോട് എത്താൻ പറഞ്ഞു, പക്ഷെ നമ്മൾ 1:30 ആയി. അപ്പം കറക്റ്റ് ടൈമിന് കാണിച്ചു. പ്രശ്നമൊന്നുമില്ല, ഇത് നോർമൽ. ഇവിടെ ചൂടായതുകൊണ്ട് തന്നെ വിയർപ്പിൻ്റെ ആ ഒരു ചൂടാണെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. അത് ശ്രദ്ധിച്ചാൽ മതി. മൂക്കൊലിപ്പിൻ്റെത് ജസ്റ്റ് നാസൽ ഡ്രോപ്സ് തന്നിട്ടുണ്ട് അല്ലേ? ഇതുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം നമുക്ക് ഇവിടെ മുടി മുറിക്കാം. ഓക്കെ, ക്ലൈമറ്റിൻ്റെ തന്നെയാണ്. തലയൊക്കെ നല്ല വിയർപ്പാണ്, ചൂടായതുകൊണ്ട്. ഓക്കെ, നമുക്ക് ആൽക്കമിയിൽ വെച്ച് കാണാം. ഓക്കെ, അതിന് ടൗണിലെ ബ്ലോക്ക് കണ്ടോ? വിഷുവും ഇതും ഒന്നിച്ചാണ്ടാണ് അല്ലേ ഇത്രയും ബ്ലോക്ക്? ഈ സമയം നല്ല ബ്ലോക്കാണ്. നല്ല റഷാ. എന്തോ ഭാഗ്യത്തിന് നമ്മള് മെയിൻ ഷോപ്പിംഗ് ആദ്യമേ ചെയ്തത് അല്ലേ? ഇല്ലെങ്കിൽ എപ്പോഴും ചെയ്ത് കഴിയാനാ. പക്ഷെ കളക്ഷൻസ് വരുന്നത് ലാസ്റ്റ് ടൈമാണ്. പക്ഷെ ഈ ഒരു ബ്ലോക്കിന്റെ ഇടയിൽ പോയി കിടക്കുന്ന ഇവിടെ ട്രെൻഡ്സിലും നല്ല കളക്ഷൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അല്ല, മെട്രൻസ് അല്ല, നമ്മളെ എസ്എനിലുള്ള ട്രെൻഡ്സ് ഇല്ലേ? നിർത്തിട്ട നമ്മളിപ്പം വെയിറ്റിംഗ് ലോഞ്ചിലാണ് ഉള്ളത്. പുറത്താണ് കേട്ടോ ഉള്ളത്. കാരണം നല്ല തിരക്കാണ്. ഒരു ½ an hour എങ്കിൽ വെയിറ്റ് ചെയ്യേണ്ട. കാരണം നല്ല തിരക്കാണ് ഇവിടെ. അപ്പോയിൻമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ. അടുത്ത് AC ഉണ്ട് വെയിറ്റിംഗ് ലോഞ്ചിൽ. ബട്ട് അവിടെ ഫുള്ളായി ആൾ. അപ്പം നമ്മളിങ്ങനെ പുറത്താണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആൾ തുടങ്ങിയിട്ടുണ്ട് ചൂടെടുത്തിട്ട് കരയാൻ. അപ്പോൾ നമുക്ക് മുറിക്കുന്ന സമയത്ത് കാണാം. ഓക്കെ, ചൂടിരിക്കുന്നുണ്ടോ? ചൂടിരിക്കുന്നുണ്ട്. ഓ ഓ ഓ ചിരിച്ച് നമുക്ക് മുടി മുറിക്കണ്ടേ? അവളെ തലയിൽ തൊടുന്ന അവർക്ക് ഇഷ്ടമല്ല. അവളെ തലയിലൊന്നും തൊടുന്ന അവർക്ക് ഇഷ്ടമല്ല. ഇതിനെന്താവും അറിയില്ല. നമുക്ക് നോക്കാം. Kidara? I know here. Huh?
അങ്ങനെ ഹെയർ കട്ട് ചെയ്തു. ആക്ച്വലി കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല, കഴിഞ്ഞ പ്രാവശ്യം നല്ല കുട്ടിയായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ചെറിയ ക്ലിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം കൂടുതൽ എടുക്കാൻ പറ്റിയില്ല, നല്ല കരച്ചിലായിരുന്നു. തലയിൽ തൊടാൻ വരെ അവരെ വിട്ടിട്ടുണ്ടായില്ല. അപ്പൊ അവര് കഴിയുന്ന പോലെ ചെറുതായിട്ട് ഷോർട്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാനും ചെറുതായിട്ട് ഷോർട്ടല്ല, ജസ്റ്റ് തുച്ഛം മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞു. ഇപ്പൊ വീട്ടിലേക്ക് പോകണം. ഇങ്ങനെയുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ പോയി അതിന് ഫ്രഷ് ആയിട്ടോ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. കാരണം ഫുൾ മുടി മുറിച്ചുകൊണ്ട് ഫുൾ മുടി ഉണ്ടായിരുന്നു ഡ്രസ്സിനൊക്കെ. നമ്മൾ വീട്ടിലൊക്കെ പോയി. അതിനിടയിൽ ചെറിയ ചെറിയ പർച്ചേസ് കാര്യങ്ങളൊക്കെ ഉണ്ടായില്ല, ഫാൻസിൽ, അതൊന്നും കാണിച്ചിട്ടില്ല. ഓക്കെ, അപ്പം നമ്മളിപ്പം പോകുന്നത് ഏച്ചൂരാണ്, ഉക്കാൻ്റെ വീട്ടിലാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് സാധനം വാങ്ങാനുണ്ട് നമുക്ക്. അപ്പം ഉമ്മാൻ്റെ ഡ്രസ്സ് അടിച്ചത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. പിന്നെ തിരിച്ചു വന്നിട്ട് എനിക്കും ഇവിടെ കുറേ പണിയുണ്ട്. എനിക്ക് മൈലാഞ്ചിയൊക്കെ ഇടണമെന്നുണ്ട്. പിന്നെ എൻ്റെ ഡ്രസ്സും അടിച്ചത് ഇതുവരെ കിട്ടിയിട്ടില്ല, അതൊന്നും എടുക്കണം പോയിട്ട്. അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട്. പിന്നെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട് പോയിട്ട്. അപ്പം നമ്മൾ പോയിട്ട് ഇപ്പം തിരിച്ചു വരും. അപ്പം എല്ലാവർക്കും ഈദ് മുബാറക്. നാളെയാണ് പെരുന്നാള്. അപ്പോൾ അതിനുവേണ്ടി ഫസ്റ്റ് ഈദൊക്കെ ആയതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. കാരണം കഴിഞ്ഞ ഇയറിൽ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഈദായിരുന്നു. അപ്പം ഈ ഒരു സെക്കൻഡ് ഇയറിൽ അതിനും ഞാനും യുക്കെയുള്ള ഫസ്റ്റ് ഈദാണ്. അപ്പം ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പം നമുക്ക് ഇനി പോയിട്ട് കുറേ പണിയുണ്ട്. കാരണം അല്ല, നമ്മള് ശരിക്കും പറഞ്ഞാല് നാളെയാണ് പെരുന്നാളെന്ന് ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ല. കാരണം നാളെ ഗൾഫ് കൺട്രീസിലൊക്കെ നാളെയാണ് പെരുന്നാൾ. അപ്പം നമ്മൾ വിചാരിച്ചു ഒബിയസ്ലി മറ്റന്നാളായിരിക്കും. അപ്പം അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ അങ്ങനെ ചെയ്തിട്ടില്ല. ജസ്റ്റ് എന്തോ ഇതിന് അതിനൊരു മുടി വെട്ടി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്തല്ലാണ്ട് നമ്മൾ ഡ്രസ്സ് അടിച്ചതൊന്നും പോയി വാങ്ങിയില്ല. അതുപോലെ തന്നെ മെഹന്തി ഒന്നും ഇട്ടില്ല. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മറ്റന്നാളാണ് അല്ലേ. അപ്പം ഇനിയുള്ള വിശേഷങ്ങൾ കാണാം. ഇനിയിപ്പം എനിക്ക് ക്ലാസ് ഇപ്പം നാളെ ക്ലാസ് ഉള്ളത്. അപ്പം നാളെ ഇല്ലാത്തതുകൊണ്ട് ഇനി ഫ്രൈഡേ പോകേണ്ടി വരും. അങ്ങനെയൊക്കെയാണ്. ഇനി ബാക്കി വിശേഷങ്ങൾ കാണാം. പ്രിപ്പറേഷൻ കാര്യങ്ങൾ ഇനി എന്തെങ്കിലും കാണിക്കേണ്ട എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ കാണിക്കാം. ഓക്കെ, അങ്ങനെ ഞാൻ വീട്ടിലെത്തി. ഇനിയിപ്പം എൻ്റെ ഒരു ഡ്രസ്സ് ഈ നെയ്ബറിൻ്റെ വീട്ടിൽ ഡ്രസ്സ് അടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അത് പോയി വാങ്ങണം. നോക്കണം അമ്മനെ, അവൾ ഉറങ്ങി എണീച്ചതാണ്. അപ്പോൾ ഇപ്പോൾ സമയം രാത്രി 11 മണിയായിട്ടോ. അപ്പോൾ ഇപ്പോഴാണ് ഡ്രസ്സ് വാങ്ങാൻ പോകുന്നത്. ഇപ്പോൾ അടുത്താണ്, നടക്കേണ്ട ദൂരമുള്ളൂ. അപ്പോൾ അവിടെ പോയിട്ട് ഡ്രസ്സ് വാങ്ങിയിട്ട് വരണം. അതിനുശേഷം കുറച്ച് പണികളുണ്ട്. അപ്പം അതൊക്കെ കാണാം. ഓക്കെ, ഈദ് പ്രിപ്പറേഷൻസ് കണ്ണിരിയുന്ന എനിക്കറിയായി. നല്ല മോഡൽ. ഇവിടുന്ന് കുറുമ, ഇത് കുറുമ അമ്മ, ബീഫ് കറി. പപ്പ ക്ലീനിങ് ദി കാർ. ഒക്കെ ചെല്ലുന്നുണ്ടോ, കാർ വാഷ് കൊടുക്കാനേ ഉണ്ടായുള്ളൂ. അങ്ങനെ ഡ്രസ്സൊക്കെ വാങ്ങി വന്നു. നല്ല അടിപൊളി, ഞാൻ പറഞ്ഞ മോഡലിൽ തന്നെ അടിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പിൻട്രസ്റ്റിൽ ഒരു മോഡൽ കണ്ടിട്ട് പറഞ്ഞതായിരുന്നു. ബട്ട് നല്ല രീതിയിൽ, പക്ഷേ എനിക്ക് ഫീഡിങ് കംഫർട്ടായിട്ടുള്ള രീതിയിൽ അടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അതുപോലെ തന്നെ നല്ല രീതിയിൽ അവർ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ നാളെ ഫോട്ടോസ് ഉള്ളത് ഇട്ട് കാണിച്ചു തരാം. 2 ഡ്രസ്സാണുള്ളത്, ഒരു ബ്ലാക്കും ഇപ്പം ഞാൻ അടിച്ച് വാങ്ങിയ ഒരു ഡ്രസ്സുമാണ്. നാളെ പെരുന്നാൾക്ക് ഡ്രസ്സുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല, ഇനി ഫുഡ് കഴിക്കണം, മെഹന്തി ഇടണമെന്നൊക്കെ ഉണ്ട്. അതിന് ഉറങ്ങിയാലേ മെഹന്തിയൊക്കെ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഉമ്മ അവിടുന്ന് ബീഫ് കുറുമ, ബീഫിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളെല്ലാം കിച്ചണിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എപ്പോഴാണ് ഉറങ്ങാൻ ഒന്നും അറിയില്ല, കാരണം ഇന്ന് എന്തായാലും ഡിലേ ആവും. കാരണം ഇപ്പം തന്നെ 11:45. അപ്പം എന്തായാലും എവിടേക്കാ പോകുന്നത്? ഹാപ്പി ബർത്ത്ഡേ അല്ല, എവിടേക്കാ പോകുന്നതെന്ന് ചോദിച്ചോളോട്. സോക്സ് ഇട്ടതുകൊണ്ട് സ്ലിപ്പാണ്. ഉമ്മാൻ്റെ സ്പെഷ്യൽ സോസ് ചെയ്ത ചിക്കൻ ഏത് ആൻഡ് നൂൽപൊട്ട് കറി. എവിടെ? ഇടിയപ്പം. നൂൽപുട്ടും നൂലപ്പം എല്ലാം ഒന്നല്ലേ? ആൻഡ് ദിസ് വൺ, ഇത് ഭയങ്കര ടേസ്റ്റാണ്. ആൻഡ് മീ കറി എന്താ? ചിക്കൻ ആൻഡ് ചിക്കൻ കറി. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ വാങ്ങി വന്നു. ഇപ്പോൾ സമയം രാത്രി 1 മണി കഴിഞ്ഞു കേട്ടോ. പക്ഷേ ഞാൻ ഇനിയും മെഹന്തി ഇടാൻ തുടങ്ങിയിട്ടില്ല. അപ്പം ഇപ്പം മെഹന്തി ഇടണം. അപ്പം ഈ ഒരു ഓർഗാനിക് ഹെന്നയാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, അറേബ്യൻ റെഡ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പം ഇത് നേരത്തെ വാങ്ങിച്ചതാണ് ഞാൻ പോയി വരുന്ന സമയത്ത്. അപ്പം താഴെ കുറച്ച് പണികളെല്ലാം ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം കഴിഞ്ഞ് അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല, കാരണം ചൂട് കൊണ്ട് ഒന്നും ഷൂട്ട് ചെയ്യാനുള്ള മൂഡ് ഉണ്ടായിട്ടില്ല. ഫുൾ ടയേർഡാണ് കേട്ടോ. അതിനും ഇപ്പോഴും ഉറങ്ങിയിട്ടില്ല, അതിനും അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മെഹന്തി ഇടാം. ഓക്കെ, ഇവയാണ് എനിക്ക് ഈ മൈലാഞ്ചി മെഹന്തി ഇടാൻ പോകുന്നത്. കാരണം ഓൾറെഡി ലേറ്റ് ആയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇട്ടരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ലേറ്റ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു അവളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന്. അപ്പം കലിമ ട്രൈ ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എത്രത്തോളം പെർഫെക്റ്റ് ആവുമെന്ന് അറിയില്ല. ഈ ഒരു സിമ്പിൾ ഡിസൈനാണ് അവളോട് ഞാൻ ഇട്ടുതരാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം, കോളായാലും കുഴപ്പമില്ല. ഓക്കെ, സ്റ്റാർട്ട്. ഉറപ്പല്ലേ? കളിമാല പൂക്ക് കണ്ടിട്ട് കൊളാക്കുന്ന പോലെ ഉണ്ട്. ആ കൊളായാലും കുഴപ്പമില്ല കേട്ടോ. ലാസ്റ്റ് കരിയറ് പെരുന്നാക്ക് കൈ കൊള്ളായിരുന്നു പറഞ്ഞിട്ട് അതിന് ഉറങ്ങിയ ചെറിയൊരു ഫ്ലവർ ഇട്ട് കൊടുക്കണം. അയ്യോ, അതിനും എന്നെ കണ്ടോ ഗൈസ്, അവക്ക് ചൂടെടുക്കുന്നോണ്ടാണ് ഡ്രസ്സ്. നടക്കൂല. അതിനോ ദീദി എനിക്ക് മൈലാഞ്ചി എടുക്കണില്ലേ മമ്മ? നിലത്തേക്ക് മമ്മക്ക് മൈലാഞ്ചി ഇട്ട് അതിനു ഓളിടാൻ വിടൂല, കൈ തട്ടുന്നുണ്ട്. അതിനും ഇല്ലെങ്കിൽ ഒരു നീട്ടെടുക്കുവാ. അതിന് നമുക്ക് ഉറങ്ങണ്ടേ? അയ്യേ, കളിമണക്ക് മെഹന്തി ഇട്ടിട്ട് സ്കൂട്ടറിൽ പോലെ അവസ്ഥ നോക്കണം. പറ്റി ഇത്രയും ഗതികെട്ടത്. എന്താ അവസ്ഥ? ഞാൻ ലാസ്റ്റ് ഞാൻ കാണിച്ചു കൊടുത്തതും ഇതും കാണിച്ചു തരാം. ഞാൻ രാജിവെച്ചു, കാരണം ഈ ഡിസൈൻ കൊടുത്തിട്ട് കളിപ്പെട്ടത് ഈ ഡിസൈനാണ് ഗൈസ്. പിന്നെ അതിനും ഇതുവരെ ഉറങ്ങിയിട്ടില്ല. സമയം 2 മണി കഴിഞ്ഞു. അപ്പം നമ്മൾ വിചാരിച്ചു ഇത് ഞാൻ കഴുകിയിട്ട് കിടക്കുന്ന ഇറ്റ്സ് ഓക്കെ.
അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു നല്ല രീതിയിൽ ഇടാന്ന്, പക്ഷേ പാളിപ്പോയി ഗൈസ്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ്. ഈ ഒരു ഈദ് പ്രിപ്പറേഷൻ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, ബൈ. ഇനി ലേറ്റ് ആയാൽ നല്ല ടയേർഡാവും. ഓക്കെ ഗൈസ്, ബൈ.